ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി. അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി. അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബദമുണ്ടാവതല്ല. മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവമതു തോന്നായ വേണം. ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഒത്തിരി മക്കൾ പേരുകളൊക്കെ പറയാൻ ഈ ഉഷ്ണം കൂടുമ്പോൾ വിയർപ്പ് അനുസരിച്ച് ഷുഗർ താഴേക്ക് അങ്ങ് താണു പോകും. അതുകൊണ്ട് അക്ഷരങ്ങളൊന്നും എനിക്ക് തിരിയുന്നില്ല. നാക്ക് തിരിയണമെങ്കിൽ ഷുഗർ താഴും വലിയ പാടാണ്. അതുകൊണ്ട് വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ നീട്ടിക്കോടിങ്ങനെ പോകുന്നത്. ഒരു അക്ഷരം കൂടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് വഴങ്ങി വരുന്നില്ല. അത് ഷുഗർ എനിക്ക് പണ്ടേ ഇങ്ങനെ കുറവാണ്, ഒരുപാട് താണു പോകും. അതുകൊണ്ട് പതുക്കെ പറയാനൊക്കെ നീട്ടി അങ്ങ് പോകും. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവരും എന്നാലും ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം. എനിക്കറിയാം എല്ലാവർക്കും മനസ്സിലാകുന്നൊന്നും ഇല്ല. ചില മക്കൾക്ക് നല്ല ഇതുണ്ട്. അത് എന്നെ സന്തോഷിക്കാനും കണ്ണനെ സന്തോഷിപ്പിക്കാനും മക്കൾ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അജാമിള മോക്ഷം ആണ് വായിച്ചത്. ദർപ്പയും ചമതയൊക്കെ കാനനത്തിലേക്കൊക്കെ ഇത് പോയി കൊണ്ടുവരാനായിട്ട് ഈ വനത്തിലേക്കാണല്ലോ ഇതൊക്കെ ഉള്ളത്. അങ്ങനെ കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് ഈ ഹോമങ്ങളൊക്കെ നടത്തുന്ന ഒരു ബ്രാഹ്മണ കുടുംബമല്ലേ. അപ്പോൾ ഒരു നാരിയെ, അതായത് ശൂദ്ര സ്ത്രീയെ കണ്ടു. അങ്ങനെ മോഹിച്ചു അവരോടൊപ്പമായി പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല അധ്വാനിച്ച് വെച്ച കൃപകളെല്ലാം വെറുതെ ആയി. അതെല്ലാം ഒഴുകിപ്പോയിട്ട് ഈ എന്താ പറയുന്നതിന് ഈ ആഗ്രഹങ്ങളായ ഈ ഞാൻ എന്തെന്ന് പറയുന്നറിയാൻ വയ്യില്ല. ഈ നാരിയുമായിട്ടുള്ള ഇങ്ങനെ സ്നേഹം വന്നപ്പോൾ അത് ഉള്ളിലായി, പരാധീനനായാൻ ബലാൽ. അദ്ദേഹം അത്രമാത്രം അതിലേക്കങ്ങ് ഭ്രമിച്ചു പോയി. ഈ ചെയ്തു വെച്ച പുണ്യങ്ങളെല്ലാം പോയി. ഒത്തിരി നല്ലൊരു ഭക്തനായിരുന്നു, നല്ല ഗൃഹസ്ഥാശ്രമി, നല്ല ആചാരങ്ങളും ഒക്കെ ആയിരുന്നു. നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. ആ സ്ത്രീയുടെ മാരൻ പിടിച്ചു പറിച്ചാൻ മനോധനം
മേരു മഹീധര സാനിന് മേവിന മാരൻ പിടിച്ചു പറിച്ചാൻ മനോധനം. നാരിയും ചോരിവാ വേരി നൽകിയിടിനാൾ. വായ്മലർത്തേൻ നുകർന്നിടും ലഹരിയിൽ കാമൻ നടനമാടും വിധു കേവലം. തുല്യാനുഭോഗ കുതൂഹല ചേതസ കല്യാണം ഉൾക്കൊണ്ട് ഇരുവരും കൂടവേ. കല്യാണം ഉൾക്കൊള്ളുന്നത് അവരുടെ സന്തോഷം മംഗളമായിട്ട് അവരിങ്ങനെ ഇരുവരും കൂടെ പോന്നിങ്ങു. ശൂദ്ര മനോഹരി തൻ ഗൃഹം ചേർന്നു രമിച്ചാനരിശമനുദിനം. അങ്ങനെ അവർ സന്തോഷമായിട്ട് തുല്യാനുഭോഗ കുതൂഹല രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള സന്തോഷത്തോടുകൂടി തന്നെ ശൂദ്ര മനോഹരിയുടെ ഗൃഹത്തിലേക്ക് തന്നെ ചേർന്നു രമിച്ചാൻ അനുദിനം. രാപ്പകലും മറന്ന് അമ്മഹീ നിർജരൻ വായ്പോടനങ്കര സാനന്ദമഗ്നനായി. ശൂദ്രാംഗനയെ പിരിയരുതാകയാൽ ശൂദ്ര സമാചാര തൽപരനായുടൻ താൽപര്യം ആത്മകർമ്മങ്ങളും എന്നിയേ കോപ്പേൽ മിഴി പ്രസാദായ തുനിഞ്ഞു താൻ സ്നാനാശനാദികളും മറന്നന്മുഖം. അദ്ദേഹം ഈ ശൂദ്രാംഗനയെ പിരിയാതെ അത് വലിയ പാടാണിനി. അവന് പിരിയരുതാകയാൽ ശൂദ്ര സമാചാര തൽപരനാടൻ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ആചാരങ്ങളെല്ലാം മാറ്റിയിട്ട് ആ സ്ത്രീയുടെ ആചാര തൽപരനായി. ശൂദ്ര സമാചാര തൽപര. അപ്പോൾ അവരുടെ രീതിയിലുള്ള അവരുടെ ആചാരങ്ങൾക്ക് മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്ന ആചാരമല്ല, അതെന്താ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞു. താല്പര്യം ആത്മകർമ്മങ്ങളും എന്നിയേ നിങ്ങളുടെ നേരത്തെയുള്ള ആ ആത്മകർമ്മങ്ങളൊക്കെ ഇല്ലാതെ കോപ്പേൽ മിഴി പ്രസാദായ തുനിഞ്ഞു തൻ സ്നാന അശനാദികളും മറന്നന്വകം. കുളിജപങ്ങളും ആഹാര രീതികളെല്ലാം മറന്നുപോയി. മാനിനിയോട് ചേർന്നു കുതൂകാന്യുതൻ ചൂതു ചതുരംഗം ആദി നർമ്മങ്ങളിൽ വാദിതൻ അധരവും ആരവാർ കൊങ്കയും. അതായത് അദ്ദേഹം മാനിനിയോട് ചേർന്ന് കുതുകാന്യുതൻ, അത്രമാത്രം ഒരു സ്ത്രീയോട് ചേർന്നുള്ളൊരു അതിനെന്തോ പറയുന്നത് എനിക്കതിനെ അറിയത്തില്ല. ചൂതുകളി, ചതുരംഗ കളി, ആദി നർമ്മങ്ങളിൽ ഇങ്ങനെയുള്ള വിനോദങ്ങളൊക്കെ ഉള്ള രീതിയിലങ്ങ് പോയി. അങ്ങനെയാണ് ഒരു ഭക്തൻ, യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണൻ, ഒരു ഭൂസുരനല്ലേ അദ്ദേഹം. അപ്പോൾ അയാൾ നേരത്തെ എങ്ങനെയായിരുന്നു അതെല്ലാം തകിടം മറിച്ച് നേരെ തിരിഞ്ഞങ്ങ് മാറി എന്നുള്ളതാണ്. മാനിനിയോട് ചേർന്ന് കുതുകാന്യതനായിട്ട് ചൂതും ചതുരംഗം ആദി ധർമ്മങ്ങളിൽ അങ്ങനെയുള്ള വിനോദങ്ങളെല്ലാം വാതിനധരവും ആരവാർ കൊങ്കയും വ്യത്യയമായി കൊടുത്തും ബത വാങ്ങിയും അത്യന്തമാനന്ദമഗ്നനായ അന്വഹം തൃപ്തി വരാതോരനുരാഗവാരുധി മധ്യേ മതേന ലയിച്ചിരിക്കുന്ന നാൾ. അദ്ദേഹത്തിന് എന്നിട്ട് പോലും തൃപ്തി വരുന്നില്ല. എന്നിട്ട് തൃപ്തി വരാതെ അനുരാഗവാരുധി സമുദ്രം പോലെ അങ്ങ് കിടക്കുക, തൃപ്തി വരുന്നില്ല. ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ കിടന്ന് ഉടലുന്നത് പോലെ മതേന ലയിച്ചിരിക്കുന്ന ആൾ. അദ്ദേഹത്തിന് തൃപ്തി വരാതെ സമുദ്രമധ്യത്തിൽ എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ അദ്ദേഹത്തിന് ഒരു കരയ്ക്ക് കയറാൻ പറ്റാത്ത വണ്ണമുള്ള രീതിയിൽ അങ്ങ് മതിച്ചു കിടക്കുന്നു. അതാണ് മതേന ലയിച്ചിരിക്കുന്ന ആള്. ദുഷ്കൃതം പ്രത്യക്ഷ രൂപികളായി വന്നു നിൽക്കുന്നതെല്ലാം ക്രമാൽ വളരും വണ്ണം. അങ്ങനെ ദുഷ്കൃതങ്ങൾ വന്ന് പ്രത്യക്ഷ രൂപികളായി വന്ന്, അപ്പോൾ എന്ത് വന്ന് പ്രത്യക്ഷ രൂപികളായി വന്ന് നിൽക്കുന്നതെല്ലാം ക്രമാൽ വളരും വണ്ണം. അപ്പോൾ എല്ലാ ദുഷ്കൃതങ്ങളും ഇങ്ങനെ വളർന്നു വരുന്നു. അതിൻ്റെ കൂടെ സുബ്രവായുള്ള അവൾ പെറ്റിടയിൽ ചില പുത്രരും കൂടെ വളർന്നു തുടങ്ങിനാർ. ദുഷ്കൃതങ്ങളും പ്രത്യക്ഷ രൂപികളായി അതും കൂടി വരുന്നു. എന്നിട്ട് അത് ക്രമാൽ വളർന്നതിൻ്റെ കൂടെ ഈ സുന്ദരിയായ ഈ സുബ്രുവായുള്ള അവൾ പെറ്റിട്ടോ ചില പുത്രനും കൂടെ ഇതിൻ്റെ കൂടെ വളർന്നു തുടങ്ങിനാൻ. ഈ ദുഷ്കർമ്മവും ഇതും എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ വളർന്നു വന്നു. മക്കളെ ചെമ്മേ വളർത്തുകൊള്ളുവാൻ ഓരോ ദുഷ്കൃതം ഏറ്റവും ചെയ്തു തുടങ്ങിനാൻ. കുട്ടികളെ വളർത്താൻ നിവർത്തിയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? മക്കളെ ചെമ്മേ വളർത്തുകൊള്ളുവാൻ ഓരോ ദുഷ്കൃതം ഏറ്റവും ചെയ്തു വീണ്ടും ദുഷ്കൃതങ്ങൾ കൂടി വരുവാൻ. എങ്ങനെയാ ദുഷ്കൃതം വന്നതിപ്പോൾ? പക്ഷികളെ കെണി വച്ചു പിടിക്കയും
അത് വളരെ ദോഷമുള്ള കാര്യമാണ്. പക്ഷികളെ ഒന്നും പിന്നെ ചതിച്ച് പിടിച്ചുകൂടാ, പിടിച്ച് കൊന്നുകൂടാ, തിന്നൂടാ, പിടിച്ച് ചതിച്ച് കൊണ്ടുപോയി വളർത്തിക്കൂടാ. പക്ഷികളെ കെണി വച്ചു പിടിക്കയും പക്ഷമായുള്ളത് കൊന്നു കൊടുക്കയും മത്സ്യമാംസാദികൾ ശിക്ഷയാ താൻ പചിച്ചൊക്കവേ ഭുക്കുതിക്ക് ചേർത്ത് കൊടുക്കയും ഭക്ഷിപ്പതിനയോഗ്യാഖ്യങ്ങളെ ക്ഷണാൽ ബന്ധപ്പെടുത്തു കളിപ്പിച്ചു കൊള്ളുകയും. അപ്പോൾ അവർ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നു? അല്ല. നല്ല ഹോമങ്ങളും ആചാരകർമ്മങ്ങളെല്ലാം നന്നായി അനുഷ്ഠിക്കുന്നൊരു ഭക്തനായിരുന്നു. അയാളുടെ എല്ലാം വിട്ടുപോയിട്ട് ഇവിടെ പക്ഷികളെ കൊന്നൊക്കെ തിന്നുവാണ്. ഭാര്യയ്ക്കും മക്കൾക്കും ഇഷ്ടാനുസരണം എന്താ അവരുടെ സന്തോഷത്തിനനുസരിച്ച് അവരുടെ സന്തോഷത്തിന് വേണ്ടി പാവപ്പെട്ട ജീവികളെ കൊല്ലുക. എത്രമാത്രം ദുഷ്കൃതമായിരിക്കും. അപ്പോൾ മത്സ്യമാംസാദികൾ ശിക്ഷയാ താൻ പചിച്ചൊക്കവേ, അത് പാചകം ചെയ്ത് അവർ കൂടെ കൊടുക്കുന്നു. പുക്ക് കഴിക്കാൻ ഒക്കവയെ പുക്കുതിക്ക് ചേർത്ത് കൊടുക്കുകയും. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാൻ ഈ നാക്കുകൾ വഴങ്ങി വരാത്തത് ഷുഗർ കുറയുന്നുണ്ടാണ്. പിന്നെ ഒക്കവേ ഭുക്തിക്ക് ചേർത്ത് കൊടുക്കയും ഭക്ഷിപ്പതിനയോഗ്യാഖ്യങ്ങളെ ക്ഷണാൽ ബന്ധപ്പെടുത്തു കളിപ്പിച്ചു കൊള്ളുകയും. നിത്യം ഈ വണ്ണം മിനക്കെട്ടിരുന്നു ശൂദ്രസ്ത്രീയ പുത്രഹിത അനുസരണകൻ. ഇങ്ങനെ ആ സ്ത്രീയുടെയും പുത്രൻ്റെയും ഹിതത്തിനൊത്ത് തന്നെ ഇയാൾ അവർക്ക് ഒത്ത് ജീവിക്കുന്നു. അതുകൊണ്ടാണ് ദുഷ്കൃതങ്ങൾ കൂടിപ്പോണപ്പോൾ ശൂദ്രസ്ത്രീയ പുത്രഹിത അനുസരണകൻ ദുഷ്കൃതൗഖേ പ്രവർത്തൻ ബദ കേവലം. അതുകൊണ്ട് ഒരുപാട് ദുഷ്കൃതങ്ങൾ ഈ കുട്ടികൾക്കും ഭാര്യയ്ക്കും വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി ഇദ്ദേഹം ചെയ്തു പോന്നു. അങ്ങനെ അയാൾ ദുഷ്കൃതൗഖേ പ്രവർത്തൻ ബദ കേവലം എന്ത് വന്നപ്പോൾ നിഷ്കിഞ്ചനായി ചമഞ്ഞാൻ അനുക്രമാൽ ദരിദ്രനായി പോയി. പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഒന്നുമില്ലാത്ത ദരിദ്രനായി. സ്വസ്വമാ അർത്ഥമെല്ലാം നശിപ്പിച്ചത്. സ്വസ്വശ അങ്ങയുടെ തന്നെ സ്വന്തം അർത്ഥം, ധനം, സ്വന്തമായിട്ടുള്ള അർത്ഥമെല്ലാം നശിപ്പിച്ചത്. നിർധനനാം അവൻ പിന്നെ അങ്ങുമേ. അങ്ങനെ അവൻ നിർധനനായത് ധനമില്ലാത്തവനായി മാറി. പിന്നെ അങ്ങെങ്ങുമേ കട്ടും കവർന്നും പറിച്ചും തുടങ്ങിനാൻ. അപ്പോഴെന്ത് വന്നു? പിന്നെ നിർധനനായപ്പോൾ, ധനമില്ലാത്തവനായപ്പോൾ പിന്നെ കുട്ടികളെയും ഭാര്യയും ഇഷ്ടാനുസരണം ചെയ്തു കൊടുക്കണ്ടേ? അതിന് അയാൾ മറ്റുള്ളവരുടെയൊക്കെ പോയി കട്ടും കവർന്നും പറിച്ചും തുടങ്ങിനാൻ. അങ്ങനെ കട്ടും കവർന്നുമൊക്കെ അവസാനം അങ്ങനെ എന്തു ചെയ്ത്, അങ്ങനെ ദുഷ്ടവൃത്തങ്ങൾ എന്തെന്തു ചൊല്ലാവതോ. ഈ ദുഷ്ടവൃത്തങ്ങൾ എന്ത് പറയാനാ, എന്ത് ചൊല്ലാവതോ. ദുഷ്ടനായുള്ളവൻ ഏവനങ്ങ 88 വയസ്സ് ചെൽവോളവും അങ്ങനെ കഷ്ടവൃത്യാ പരിവർത്തിച്ചവൻ വശം കെട്ടൊരു മുട്ടി പോലെ കിടക്കും വിധോ. അങ്ങനെ അയാൾ 8 ഒരു 80, 88 വയസ്സ് ചെല്ലുവോളം ഇങ്ങനെ കട്ടും കവർന്നുമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കഷ്ടവൃത്തിയാ പരിവർത്തിച്ചവൻ വശം കെട്ട് ഒരു മുട്ടി പോലെ കിടപ്പായി. ഒരു വളഞ്ഞുകൂടി അതായത് ദേഹത്ത് അസ്ഥി മാത്രമേ കാണൂ. അങ്ങനെ ഒരു മുട്ടി പോലെ കിടക്കും വിധോ ഭക്ത യവാകുപാനീയാദികളിൽ ഒന്നുൾക്കാമിൽ അശ്രദ്ധയാ വിറച്ചേറ്റവും വീർത്തു ചക്രം തിരിയുന്നവൻ അന്തികേ മാർത്താണ്ഡ നന്ദനദൂത സമുദയം ചെന്ന് പാശം കഴുത്തിൽ പരിബന്ധിച്ചു നിന്നു താടിപ്പതിനോങ്ങിനാർ ദണ്ഡവും. അങ്ങനെ ഇത് വെട്ടമില്ലാത്ത എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല. ഇതിൻ്റെ പ്രകാശം കുറച്ചിട്ട് കണ്ണിന് വല്ല കഴപ്പ് വന്നപ്പോൾ അതുകൊണ്ട് ഒട്ടും തെളിയാത്തത്. അല്ലെങ്കിൽ ഇച്ചിരി വെട്ടം കണ്ടിന് അക്ഷരത്തിന്. അപ്പോൾ ഇനിയിപ്പം പറ്റത്തില്ല, ഇത് ഇനി നിർത്തിയല്ലേ പറ്റത്തുള്ളൂ. നിർത്തുമ്പോൾ ഇനി ഒന്നേന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ നോക്കാം. അപ്പോൾ എന്ത് വന്നു? പിന്നെ ഇദ്ദേഹം മുട്ടി പോലെ കിടന്ന് വയ്യാതങ്ങായി. 88 വയസ്സായില്ലേ. അങ്ങനെ ഭക്ത യവാകു, അതായത് ധാന്യങ്ങൾ, വേവിച്ച ആഹാരങ്ങൾ. യവം ധാന്യം, ഈ പിന്നെ അരി, ഗോതമ്പ്, ഓട്സ് ഇങ്ങനെയൊക്കെയുള്ള യവത്തിനൊക്കെയാണ്, ധാന്യത്തിനാണ് യവം എന്ന് പറയുന്നത്. അപ്പം ഭക്തം ആഹാരം പാചകം ചെയ്ത് വെക്കുന്നത്. നമുക്ക് ചോറാണെങ്കിൽ ചോറ്. ഭക്തയവാകുപാനീയാദികളിൽ, അപ്പോൾ പാനീയം, വെള്ളം, ഇതൊക്കെ എന്ത് വന്നു? ഒന്ന് ഉൾക്കാമ്പിൽ അശ്രദ്ധയാ വിറച്ചേറ്റവും. കാരണം അത് അകത്തോട്ട് ചെല്ലണമെങ്കിൽ അദ്ദേഹത്തിന് അശ്രദ്ധ കാരണം വയ്യ, ശ്രദ്ധയോടുകൂടി ആഹാരം കഴിക്കാൻ വയ്യ. അപ്പോൾ അശ്രദ്ധയായിട്ട് വിറച്ച് ശരീരമൊക്കെ അങ്ങ് വിറയിലായി, വയ്യാതെ. വയസ്സ് 89 അല്ല 88
80 ഒരു 8 അത് 88 വയസ്സുമായി. പിന്നെയോ ശക്തിയും കാണത്തില്ലല്ലോ, എന്താ ആഹാരമുള്ളേ. അപ്പോൾ അദ്ദേഹം അത്രമാത്രം വിഷമിച്ച് വിറച്ച് ഏറ്റവും വീർത്ത് ചക്രം തിരിയുന്നവൻ അന്തികേ, അങ്ങനെ വീർത്ത് വിഷമിച്ച് അശ്രദ്ധയാ ഇതൊന്നും കഴിക്കാനും ഉള്ളിലോട്ട് ചെല്ലുന്നില്ല. അശ്രദ്ധ കൊണ്ട് ഈ വെള്ളമൊന്നും ഉള്ളിലോട്ട് ചെല്ലുന്നതുമില്ല. വിറച്ച് വിറച്ചങ്ങ് കളയും, വായിലോട്ട് ചെല്ലത്തില്ല. അങ്ങനെ വന്നപ്പോൾ ചക്രം തിരിയുന്നവൻ ഇങ്ങനെ വട്ടം കിടന്ന് കറങ്ങുക, വയ്യാതെ കിടന്ന് വിറച്ച് വിറച്ച് ഇങ്ങനെ തിരിഞ്ഞും പിരിഞ്ഞും അങ്ങനെ ആയി ഇല്ല, മുട്ടി പോലെ കിടക്കുമല്ലേ. അപ്പോൾ അവൻ അന്തികെ, അവൻ്റെ അടുത്ത് മാർത്താണ്ഡ നന്ദന ദൂത സമുദയം, അതായത് മാർത്താണ്ഡ എന്ന് വെച്ചാൽ സൂര്യൻ, നന്ദനൻ പുത്രൻ, സൂര്യൻ്റെ പുത്രൻ എൻ്റെ ദൂത സമുദയം. അപ്പോൾ മാർത്താണ്ഡ അതായത് ആദിത്യൻ്റെ മകനാരാ യമൻ, യമൻ്റെ ദൂത സമുദയം, ദൂതന്മാർ, കാലദൂതന്മാരെന്ന് പറയാം. യഥാർത്ഥ കാലൻ്റെ രാജാവിൻ്റെ ദൂതന്മാരിവിടെ ചെന്നു. ആരുടെ അടുക്കല? അന്തികെ, ഈ അജാമളൻ്റെ മുട്ടുപോലെ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്ക വന്ന് എന്ത് ചെയ്തു? ചെന്ന് പാശം കഴുത്തിൽ പരിബന്ധിച്ച് നിന്ന് താടിപ്പതിനോങ്ങിനാർ ദണ്ഡവും. അപ്പോൾ ആ കഴുത്തെ കൊണ്ടുവന്ന് പാശം കയറൊന്ന് കഴുത്തിലിട്ട് പരിബന്ധിച്ചിട്ട് താടിപ്പാൻ അടിക്കാൻ ഇങ്ങനെ ഓങ്ങുന്ന ദണ്ഡവും. ഖിന്നനായുള്ളവൻ താൻ അത് കണ്ടു. അങ്ങനെ ഖിന്നനായി കിടക്കുന്നു, ഇത്രമാത്രം വിഷമിച്ച് കിടന്ന് ഉരുണ്ടും കറങ്ങി ചക്രം കറങ്ങുന്ന പോലെ കറങ്ങി ഇങ്ങനെ മുട്ടി പോലെ കിടന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അത് കണ്ട് ഇങ്ങനെ അടിക്കാൻ ഓങ്ങുന്നു, കഴുത്തിലിട്ട് കെട്ടുകയും ചെയ്തല്ലോ. അപ്പോൾ ഇദ്ദേഹം കൈ തന്നാലെടുത്തു തടുത്തു കോടിത്തുലോ, കൈ കൊണ്ട് അടി കൊള്ളാതിരിക്കാൻ തടുത്ത് വയ്യാതെ. എന്നിട്ടോ കോടി, നമ്മൾ പിള്ളേരെ അടിക്കാൻ കമ്പെടുത്ത് ഓങ്ങുമ്പോൾ പിള്ളേർ ഞെളിഞ്ഞും പിരിഞ്ഞും അടി കൊള്ളാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കോടത്തില്ലേ. ഇപ്പം കാലിലടിക്കുന്ന കാല് വളച്ച് മാറ്റി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയപ്പോൾ വേറെ എവിടെയെങ്കിലായിരിക്കും അടി കൊള്ളുന്നത്. ഇങ്ങനെയൊക്കെ ഇയാൾ കോടിത്തുലോ പേടിച്ചു പാരം ചുരുങ്ങി കിടുകിട ആടൽ പൂണ്ട് ഏറ്റം ഭ്രമിച്ചു പരക്കവേ നോക്കി. അപ്പോൾ ഇങ്ങനെ അടിക്കാനൊക്കെ ചെന്നപ്പോൾ ഓങ്ങിയപ്പോൾ കൈകൊണ്ട് തടുത്തു കോടി, എന്നിട്ട് പേടിച്ച് പാരം ചുരുങ്ങി കിടുകിടത്താടൽ പൂണ്ട് ഏറ്റം ഭ്രമിച്ചു പരക്കവേ നോക്കി. തനയരിൽ മുമ്പനായെത്രയും ആക്കമേറിടുന്ന നാരായണാഖ്യനെ തെറ്റെന്ന് ചെമ്മേ വിളിച്ചാനുറക്കവേ. അങ്ങനെ അദ്ദേഹം പരക്ക നോക്കി. ആരെ നോക്കി? മുമ്പനായി എത്രയും മൂത്ത മകന, മുമ്പേ ഉള്ള മകനെയാണ് നോക്കുന്നത്. പരിഭ്രമിച്ച് എല്ലടവും നോക്കി, പരക്കവേ നോക്കി. തനയരിൽ, തനയരച്ച മക്കളിൽ മുമ്പനായി എത്രയും ആക്കമോടേറുന്ന ആക്കം ഏറിയിടുന്ന നാരായണാഖ്യനെ തെറ്റെന്നു ചെമ്മേ വിളിച്ചാൻ ഉറക്കവേ. മൂത്ത മകനാണ് നാരായണൻ, അതിനെയാണ് വിളിക്കുന്നത്. മുറ്റുമെന്നന്തികെ വന്നിരുന്നാശു നീ രക്ഷിച്ചു കൊള്ളുക നാരായണ നീ എന്ന്. അപ്പോൾ നാരായണ ഉറക്ക വിളിക്കുക. എനിക്കിപ്പോൾ അത്ര ഉറക്ക വിളിക്കാൻ വയ്യ. ഉറക്ക വിളിച്ചെങ്കിലല്ലേ അവിടെ അങ്ങ് ഇല്ല, പരക്കെ നോക്കിയിട്ട് വിളിക്കാൻ അദ്ദേഹത്തിന് കെൽപ്പില്ലേലും ഉറക്കെ അങ്ങ് വിളിച്ചു. അപ്പോൾ രക്ഷിച്ചു കൊള്ളുക നാരായണ നീ ഒഴിഞ്ഞിക്കാലം ഉറ്റവനില്ല എനിക്ക് ആരുമേ, എനിക്ക് ആരും നീ അല്ലാതെ മറ്റാരുമില്ല. നാരായണ നീ അല്ലാതെ വേറെ ആരുമില്ല, നീ എന്നെ വന്ന് ആശ്വസിപ്പിക്കൂ. മുറ്റുമൻ അന്തികെ വന്നിരുന്ന് ആശു നീ രക്ഷിച്ചു കൊള്ളുക നാരായണ നീ ഒഴിഞ്ഞിക്കാലം ഉറ്റവനില്ല എനിക്കാരുമേ. ചിത്തേ വിചാരം ഒന്നേതുമില്ലെങ്കിലും യുദ്ധം അവൻ വിളിച്ചോരളവന്തികേ. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ചിത്തേ വിചാരം ഒന്നേതും ഇല്ലെങ്കിലും, ഇങ്ങനൊരു വിചാരം ആർക്കില്ല? യുദ്ധം ഇവൻ വിളിച്ചോരളവന്തികെ. ഇങ്ങനെ ഇദ്ദേഹം അങ്ങനെ വിളിക്കുമെന്നൊരു ചിത്തത്തിൽ ഒരു വിചാരവും ഇല്ല. ഈ അജാമളൻ ഇങ്ങനെ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിളിയൊന്നുമില്ലല്ലോ, ഭഗവാനെ നാരായണൻ എന്നുള്ള വിളിയോ നാമം ചെല്ലൊക്കെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഇത് അവിടെ ഈ വിളി, ഈ നാരായണാന്ന് ഉറക്കെ വിളിച്ച വിളി വൈകുണ്ഠത്തിൽ കേട്ടു, ഭഗവാനൊക്കെ കേട്ടു. അതാണ് ചിത്തേ വിചാരം ഒന്നേതുമില്ല. ഇവനിങ്ങനെ വിളിക്കുന്ന ചിത്തത്തിൽ ആർക്കും ഒരു ചിന്തയില്ല. ഇത് അവൻ വിളിച്ചൊരാളെ അന്തികേ. അപ്പോഴെന്ത് വന്നു? അന്തികേ പത്മനാഭ അനുചാരന്മാരിൽ മുമ്പും ഉത്തമ സിദ്ധയോഗേന്ദ്രന്മാർ 4 പേര് സത്വരം ആവിർഭവിച്ചാർ. മുകുന്ദനോട് ഒത്ത് സാരൂപ്യം എന്നുള്ള ഭക്തന്മാർ, ഭഗവാനെ പോലെ ഇരിക്കുന്ന, സാരൂപ്യം വെച്ചാൽ ഭഗവാൻ നാരായണനെ പോലെ ഇരിക്കുന്ന സിദ്ധ യോഗേന്ദ്രന്മാരാണ്. ഉത്തമ സിദ്ധ യോഗേന്ദ്രന്മാർ ഭഗവാനെ പോലെ ഇരിക്കുന്ന 4 പേരെ ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ വിളിക്കുമെന്ന് ചിത്തത്തിൽ ഒരു വിചാരവും ഇല്ല. കാരണം ഭഗവാനെ കുറേ വർഷം കൊണ്ട് ഇദ്ദേഹം ഈ സ്ത്രീയുമായിട്ട് കിട്ടിയ ശേഷം ഭഗവാനെ വിളിയില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടേ ഇല്ല. എങ്കിലും ഈ വിളി എവിടെ നിന്ന് വന്നു? അങ്ങനെ ഒരാൾ വിളിക്കണമെങ്കിൽ
അപ്പോൾ ഇങ്ങനെ ചിത്തേ വിചാരം, അതായത് രക്ഷിച്ചു കൊള്ളുക നാരായണ, നീ ഒഴിഞ്ഞിക്കാലം ഉറ്റവരില്ല എനിക്ക് ആരുമേ എന്നിവിടെ വിളിച്ച് കൂവുന്നു. ആരെ വിളിച്ചു കൂവുന്നേ? തനേനെ, മകനെ. അതുകൊണ്ട് വിളി കേട്ടത് എവിടെയാ? മകൻ കേട്ടില്ല, ഭഗവാൻ കേട്ടു. ഭഗവാൻ നാരായണന് ശ്രദ്ധയുണ്ട്. ഭഗവാൻ ലോകമത്രയും ഊടാടിക്കൊണ്ടിരിക്കും. ഭഗവാനെ ആര് വിളിക്കുന്നു? ഭഗവാന്റെ ഭക്തന്മാരിങ്ങനെ വിഷമിക്കുന്നുണ്ടോയെന്നറിയാൻ ഭഗവാൻ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കും. ബൈബിളിലുണ്ട്, പിതാവായ ദൈവം നമ്മളെ മൊത്തം ഊടാടിക്കൊണ്ട്. ഈ ഭഗവാൻ നാരായണൻ ആരാ? ലോകപിതാവല്ലേ. അപ്പോൾ യഹോവ ആരാ? പിതാവല്ലേ. അവർ ബൈബിളിൽ പറയുന്നു ലോകപിതാവ് യഹോവ എല്ലാവരെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഭക്തന്മാരെവിടെ വിഷമിക്കുന്നുണ്ടോ എന്നറിയാൻ. ഇവിടെ ആ പരമാത്മാവ് തന്നെയാണ് നാരായണൻ. ഇവിടെ എന്നെ വിളിച്ചത് ആരാ? ഇങ്ങനൊരു ചിത്തത്തിൽ ഇങ്ങനൊരു വിചാരം പോലും ഇല്ല ഭഗവാൻ ഇങ്ങനെ ഒരാൾ വിളിക്കുമെന്ന്. അതാരാ? അപ്പം ആ വിളി അവിടെ കേട്ടു. ചിത്തേ വിചാരമൊന്നേതും ഇല്ലെങ്കിലും ഇത്തം അവൻ വിളിച്ചോരളവന്തികെ, ആ വിളിച്ചതനുസരിച്ച് ആ അന്തികെ അവൻ്റെ അടുക്കലേക്ക് പത്മനാഭ അനുചാരന്മാരിൽ മുമ്പഴും ഉത്തമ സിദ്ധയോഗീന്ദ്രന്മാർ 4 പേരെ സത്യം ആവിർഭവിച്ചാർ. അവിടെ ഭഗവാൻ അപ്പോഴേ പറഞ്ഞവിടെ പ്രത്യക്ഷപ്പെടുത്തി. ആ വിളി കേൾക്കുന്ന ഉടനെ തന്നെ ഭഗവാനെ പോലെ സാരൂപ്യം, അതായത് ഭഗവാനെ പോലെ ഇരിക്കുന്ന 4 ഭക്തന്മാരെ ഉത്തമ സിദ്ധയോഗീന്ദ്രന്മാർ 4 പേര് സത്യം ആവിർഭവിച്ചാർ. മുകുന്ദനോടൊത്ത് സാരൂപ്യം എന്നുള്ള ഭക്തന്മാർ പേടിയാകേതുമേ. അതുകൊണ്ട് ഭക്തന്മാർ വന്ന് ഇവർ പറയുന്നു, കഴുത്തിലെല്ലാം ബന്ധിച്ച് അടിയും കൊടുക്കാൻ ഓങ്ങിയതല്ലേ, അപ്പോഴല്ലേ ഇദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ അവർ വന്ന് എന്ത് പറയുന്നു? അവർ പേടിക്കണ്ട. ഈ ദൂതന്മാർ, കാലദൂതന്മാരിങ്ങനെ ഭയപ്പെടുത്തിയപ്പോൾ ഈ ഭക്തന്മാർ വന്ന് പറയുന്നു, ഭഗവാനെ പോലെ ഇരിക്കുന്ന ഭക്തന്മാർ പറയുന്നു, പേടിയാകേതുമേ നീ എന്ന അജാമിളനോട്, പേടിയാകേതുമേ നീ എന്ന അജാമിളനോട് ചിരിച്ചരുൾ ചെയ്തോ മധുരമായി. അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാർ വന്ന് മധുരമായി ചിരിച്ച് സന്തോഷത്തോടെ പറയും, പേടിക്കണ്ട നീ അജാമിള. എന്നിട്ട് പറയുന്നത്, കേടുകൾ തീർത്ത് അനുകമ്പാവശേന വന്നൻപോടാശു പാശവും വേറുപെടുത്തുടൻ. അതൊന്നും പറയാൻ വേറ് എന്ന് പറയാൻ പറ്റുന്നില്ല. പെടുത്തുടൻ ദൂരവേ നിൽക്കുന്ന കാല അനുചാരകന്മാരെയും ആട്ടി അകറ്റി നിർത്തുന്നാൻ ഈ ഭക്തന്മാർ വന്ന് പറയുന്നു, കേടുകൾ. എന്താ ഇവിടെ കാണിച്ചു വെച്ചേക്കുന്ന കേടുകൾ? ഈ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലെല്ലാം പാശമൊക്കെ കെട്ടി അടിക്കാനായിട്ട് ഒരു ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു മുട്ടിയെ പോലെ, മുട്ടി എന്നങ്ങണ്ടല്ലേ പറയുന്നതിന്, ഒരു മുട്ടി പോലെ വളഞ്ഞൊടിഞ്ഞിങ്ങനെ കിടക്കുന്നതിന്, അങ്ങനെ കിടക്കുന്ന ഒരാളിനെ വന്ന് പിന്നെ അദ്ദേഹം ദുഷ്കൃതം കൊണ്ടാണ് അവർ വന്നത്, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഭക്തന്മാർ പറയുന്നു, കേടുകൾ തീർത്ത്. അവിടെ ഞാൻ നോക്കിയിട്ട് കേട് മറ്റൊന്നുമില്ല, ഇതാ കേട്. ഈ കഴുത്തിലിട്ട് കെട്ടിയതൊക്കെ അനുകമ്പാവശേന, അത് പെട്ടെന്ന് വലിച്ചു പറിച്ച് കളയണ്ട, അനുകമ്പയോട് വേണം ചെയ്യാൻ. അവർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇദ്ദേഹം ദുഷ്കൃതം ചെയ്തുകൊണ്ട് അടിക്കുകയും വലിച്ചിട്ട് ഇറുക്കി കെട്ടൊക്കെ ചെയ്യുമ്പം കഴുത്തെല്ലാം വേദനിക്കത്തില്ലേ? അപ്പോൾ ആ കെട്ടിയപ്പോൾ അത്രമാത്രം വേദനിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ ഭക്തന്മാർ പറയുന്നു, കേടുകൾ തീർത്ത്. ഇതെൻ്റെ ഒരു ഊഹമാണ്, എനിക്കത് അറിയത്തില്ല, ഞാനങ്ങനെ ചിന്തിച്ച് പറയുന്നതേ ഉള്ളൂ. അനുകമ്പ പിന്നെ എന്തിനാ വേണ്ടുന്നത്? അതുകൊണ്ടങ്ങ് ഊഹിച്ച് പറയുന്ന ഒരു യുക്തി കൊണ്ടങ്ങ് പറയുന്നതാ. കേടുകൾ തീർത്ത് അനുകമ്പാവശേന, അനുകമ്പയോടുകൂടി വേണം നിങ്ങൾ കേടുകൾ തീർക്കാൻ. അല്ലാതെ നിങ്ങൾ കെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാം, ഭക്തന്മാർക്ക് അറിയാം. അവിടെ അടിക്കുന്നവർക്ക് അറിയാമല്ലോ ദേഷിച്ചാൽ കെട്ടിയെന്ന്, അപ്പം ചടപടാന്ന് കെട്ടിക്കാണും. അതുപോലെ ആകരുത്. ഇവിടെ അനുകമ്പാവശേന അൻപോടാശ് പാശവും വേറുപെടുത്തുടൻ. എന്നിട്ട് ദൂരവേ നിൽക്കുന്ന കാല അനുചാരകന്മാരെയും ആട്ടി അകറ്റി നിർത്തിയിട്ട് ഞാൻ. ഈ ഭക്തന്മാരങ്ങനെ പറഞ്ഞു, സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, പേടിക്കണ്ട. എന്നിട്ട് അവരെ വിളിച്ചു പറഞ്ഞ്, ഈ കേടുപാട് തീർത്ത് അനുകമ്പയോടുകൂടി സന്തോഷമായിട്ട് സ്നേഹത്തോടുകൂടി ലാളിച്ച് വേണം ഇത് അഴിക്കാൻ. ഒരു ഭക്തനോട് കാണിക്കുന്ന രീതി തന്നെ നിങ്ങൾ ചെയ്തോണം. എന്നിട്ട് ദൂരെ മാറ്റി നിന്നോളാൻ പറഞ്ഞ് അകറ്റി നിർത്തി. ഭഗവാന്റെ ഭക്തന്മാർ പറഞ്ഞ് ദൂരെ ആട്ടി അകറ്റി നിർത്തി അവരെ. അപ്പോൾ അവരുടെ മനസ്സിൽ മാനസേ ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഉൾക്കലർന്നിടുന്ന ഭീതിയും ഉണ്ട്. ഇവിടെ ഭക്തന്മാരാരാ? ഭഗവാന്റെ ദൂതന്മാരാണ് വന്നേക്കുന്നത്, വിഷ്ണുദൂതന്മാരാണ് വന്നേക്കുന്നത്. അവരോട് മാനസേ, ഈ കാലന്മാർക്ക് ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഉൾക്കലർന്നിടുന്ന ഭീതിയും ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു ഭയവും കൂടെ. വിസ്മയവും വളർന്നുത്തമന്മാർ പദം നത്വാ തൊഴുതു വാങ്ങിയിടിനാർ. അങ്ങനെ അവർ ഈ ഭക്തന്മാരുടെ പാദമൊക്കെ വണങ്ങി തൊഴുതിട്ട് നിൽക്കുന്നു. പത്മസുഹൃൽ സുതദൂതൻ അത് കണ്ട് പത്മനാഭ
പത്മനാഭന്മാരവരഥമെല്ലവേ മുൽപ്പുക്കു നേരെ തടുത്തു നിർത്തി പുനരിപ്പോൾ ഇവിടെ വന്നിങ്ങുളരാകിയ മുഷ്കരന്മാർ നിങ്ങളാരെന്നും എന്തിനായി കാലമിങ്ങു വന്നിന്നിവൻ തന്നെയും ബന്ധിച്ചു താടിച്ചിഴപ്പാൻ ഒരുമ്പെട്ട ബന്ധവും അന്ധത എന്നിയേ ചിന്തയാ സത്യം പറഞ്ഞു പൊയ്ക്കൊള്ളുകെന്ന് കേട്ടവർ. അങ്ങനെ നിങ്ങൾ സത്യം പറയൂ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് ഈ മുൽപ്പുക്ക് നേരെ തടുത്തു നിർത്തി അവരെ. ഈ ഈ കാലദൂതന്മാരെ, ഈ ഭക്തന്മാർ, ഭഗവാന്റെ ദൂതന്മാർ തടുത്ത് നിർത്തിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നുളരാകിയ മുഷ്കരന്മാർ നിങ്ങൾ ആരാണ്? ഇവിടെ എന്തിനാ ഇക്കാലം ഇങ്ങ് വന്നിന്ന് ഇവൻ തന്നെയും ഈ അജാമളനെ നിങ്ങൾ വന്ന് ബന്ധിച്ചു താടിച്ചിഴപ്പാൻ ഒരുമ്പെട്ടത് എന്തു ബന്ധം കൊണ്ടാണ്? അന്ധത എന്നീ നിങ്ങൾ ഇത് ഒരു എന്തോ ബന്ധവും ഒന്നും ഇല്ലാതെ ചിന്തയാ സത്യം പറഞ്ഞ് പോയിക്കൊള്ളുകെന്ന്. അങ്ങനെ ദൈവദൂതന്മാർ, വിഷ്ണുദൂതന്മാർ ഇങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ വന്നു? ഇവരെന്ത് താടിച്ച് പിന്നെ ഇഴപ്പാനും കയറുകെട്ടി ഇങ്ങനെ ഇഴച്ചതൊക്കെ എന്താണ്? നിങ്ങൾ സത്യം പറഞ്ഞിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവർ കേട്ട് അത്യാദരേണ തൊഴുതു ചൊല്ലിടിനാർ. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഇങ്ങനെ തൊഴുത് പറയാൻ പോകുന്നു. എന്താ കാരണം? നമുക്കത് അടുത്ത ദിവസം കാരണം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.